ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും ഒരു പരിപാടിയിലാണ് കേട്ടോ. നുസ്രത്ത് താത്തേൻ്റെ വീടിൻ്റെ പാർക്കിലാണ് ഞായറാഴ്ച. ഇത് ശനിയാഴ്ചത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ചയും ഞങ്ങൾ അവിടെ തന്നെ ഇനി ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെയാവും. എൻ്റെ കല്ല് കൊടുത്ത ഒരു മെയിൻ ആളെയാണ് കേട്ടോ. അതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു വീട് പണിയൊക്കെ ആയിട്ട് വാടകയ്ക്ക് നിൽക്കുകയും ഇപ്പോൾ പണി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശില്പയും അമ്മയും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വീടിന് തൊട്ടും കൊണ്ടാണ് കേട്ടോ ഈ വീട്. ഇപ്പോൾ പണി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾ എടുത്തായ പോലെ. ഞാനും കല്ലൊക്കെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. പിന്നെ ശാന്തിയേച്ചിയും ശില്പയൊക്കെ അതാ നെയ്ച്ചോറ് ചിക്കൻ കറിയിലേക്കുള്ളതൊക്കെ അരിയാണ്. മാളുത്താത്ത അതാ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ട്. നെയ്ച്ചോറ് പിന്നെ ഞങ്ങൾ പുറത്തുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിലു അങ്ങനെ ഉണ്ട് ആരുടെ അടുത്തേക്കും പോകില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലേന്. ഞാൻ അവളെ അടുത്ത് ഇരിക്കേനി കേട്ടോ. പിന്നെയും പോവുക ശില്പേൻ്റെ അടുത്താണ്. ശാന്തിയേച്ചിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരമൊക്കെ നിന്നിട്ടോ. ആദ്യം ഇങ്ങനെ കളിപ്പിച്ചപ്പോൾ ഒക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഓരോ കൂടെ പോയി ഇരുന്നത് കേട്ടോ. പണിയൊന്നുമില്ലെങ്കിലും വെറുതെ ഇരിക്കാമല്ലോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അടുത്തേക്ക് പോയിട്ട് ശരിക്കും എല്ലാവരും കൂടി കൂടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. ഇടയ്ക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഒക്കെ എല്ലാവരും ഓഡിറ്റോറിയം കാര്യമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കുക അതൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ പറയണത് അച്ഛൻ്റെ പാത്രത്തിൻ്റെ കാര്യമായിട്ട്. ഈ പാത്രം വീഡിയോ എടുത്തൊക്കെ അതാണ്. അച്ഛൻ്റെയാണ് പന്തൽ പാത്രമൊക്കെ. അപ്പം ഞങ്ങളിത് അച്ഛൻ്റെ പന്തൽ സാധനങ്ങൾ അമ്മ തിളക്കുന്നു അങ്ങനെയൊക്കെ ഓരോന്ന് പറയട്ടോ. പിന്നെ നിലു അച്ഛൻ്റെ അടുത്തേനി. അപ്പോൾ ഓൾ ഉറങ്ങിയെന്നിട്ട് അച്ഛനെ വിളിച്ചപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ കയറിട്ടോ. പിന്നെ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഉറങ്ങാൻ പോയി. തിരിച്ച് രാവിലെ ഇങ്ങോട്ടേക്ക് തന്നെ വരാനുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.